മലയാളത്തിന്റെ വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 11 ദിവസമായി അദ്ദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഒടുവിൽ ഇതാ അദ്ദേഹം മലയാളത്തോട്, മലയാള സാഹിത്യത്തോട്, അദ്ദേഹത്തിന്റെ വായനക്കാരോട്, നമ്മളോടെല്ലാം വിട ചൊല്ലിയിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ്. മലയാളത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭാകാരനായ, ഇതിഹാസകാരനായ MT വിട വാങ്ങിയിരിക്കുകയാണ്. രാത്രി 10 മണിയോടെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും വാർത്ത വന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 11 ദിവസമായി അദ്ദേഹം ജീവിതത്തിനും മരണത്തിനുമിടയിൽ മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ പോരാട്ടത്തിൽ ജീവിതത്തിന്റെ പൊടിപ്പടം താഴ്ത്തി അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. മലയാള സാഹിത്യത്തിൽ ആധുനിക കാലത്തും ഇത്രമാത്രം ആളുകളെ സാഹിത്യത്തോട് ചേർത്ത് നിൽക്കാൻ പ്രേരിപ്പിച്ചിരുന്ന, സാഹിത്യത്തെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന, സാഹിത്യത്തെ ഇത്രമാത്രം ഉള്ളറിഞ്ഞ് മനസ്സിലാക്കിയിരുന്ന മറ്റൊരാൾ ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള അടങ്ങാത്ത ഇഷ്ടം, പോരാട്ടം, അതെല്ലാം ഇന്ന് രാത്രി 10 മണിയോടെ ചരിത്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസമായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ, ജീവിതത്തിനും മരണത്തിനും നൂൽപ്പാലത്തിൽ എന്ന് പറയാം, അത്തരത്തിൽ വലിയ ഒരു പോരാട്ടം നടത്തിയിരുന്ന MT ഇനിയില്ല. അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ച് വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം കൈകാലുകൾ അനക്കാൻ തുടങ്ങിയതും കണ്ണു തുറക്കാൻ ശ്രമിച്ചതും എല്ലാം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനകളായി നമ്മളെല്ലാം കണ്ടതാണ്. കാരണം എപ്പോഴും പടപൊരുതി തിരിച്ചു വരിക അദ്ദേഹത്തിന്റെ ശീലങ്ങളിലൊന്നായിരുന്നു. അതുപോലെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് നമ്മളെല്ലാം പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാളത്തിന്റെ വിഖ്യാത സാഹിത്യകാരൻ, മലയാളത്തിന്റെ പ്രിയങ്കരനായ MT വാസുദേവൻ നായർ ഇനിയില്ല. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 15 ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. മുൻപ് പലതവണ അദ്ദേഹം ഈ വിടേക്ക് ചികിത്സകൾക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത യാത്രയിലേക്ക് അദ്ദേഹത്തിന്റെ സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബേബി മെമ്മോറിയലിൽ നിന്നും വന്ന ഔദ്യോഗിക വിവരത്തിനനുസരിച്ച് രാത്രി 10 മണിയോടെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ജീവിതത്തിലുടനീളം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന പോരാട്ടത്തിന്റെ കൊടിയടയാളം ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളിലും അതുണ്ടായിരുന്നു. അവസാനമായി തനിക്ക് ജീവൻ രക്ഷാപകരണങ്ങളുടെ സഹായത്തോടെ തുടരേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് മുതൽ ഏറ്റവും അവസാനമായി നമുക്ക് അറിയുന്നത് തന്റെ ഭൗതിക ശരീരം ഒരു പ്രദർശന വസ്തുവായി വെക്കേണ്ടതില്ല എന്നുവരെ അദ്ദേഹം കുടുംബാംഗങ്ങളോട് പ്രിയപ്പെട്ടെന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനമായിട്ട് നമുക്ക് കാണാനാകുമോ എന്ന് പോലും ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് വേറിട്ടതായിരുന്നു. സാഹിത്യ ലോകത്തും സ്വജീവിതത്തിലും അതെപ്പോഴും വേറിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നു.
വർഷങ്ങൾക്ക് മുൻപ് ഒരു കഥാകാരനായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തുടങ്ങിയ സാഹിത്യ സബര്യ മലയാളത്തിന്റെ സാഹിത്യ ലോകത്തിന്റെ മുഴുവൻ തലവര മാറ്റി കുറിക്കുന്നതായിരുന്നു. ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ രചനകളും. ഇന്നത്തെ സമൂഹത്തിന് അറിയുക പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവും ഒരു കാലഘട്ടത്തിന്റെ ഭൂമികയും ഭൗതിക സാഹചര്യങ്ങളും സംസ്കാരവുമെല്ലാം, സംസ്കാരത്തിനും അതിനപ്പുറം അക്കാലത്തെ മനുഷ്യരുടെ വ്യഥകളും ചിന്തകളും വരെ അടയാളപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ രചനകളും. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തെയും അടയാളപ്പെടുത്തുന്നതാണ് MT വാസുദേവൻ നായരുടെ ഓരോ രചനകളും. ബാല്യകാലത്തിൽ അദ്ദേഹം അനുഭവിച്ച അനാഥത്വം മുതൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ മനുഷ്യരും എവിടെയെല്ലാമോ MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെ സ്വജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും. അത്രമാത്രം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കഥാകാരൻ ഉണ്ടാവില്ല, മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടാവില്ല. കാലവും ജീവിതവും എല്ലാം ഇവിടെ ഒരുപോലെ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയില്ല MT എന്ന അക്ഷര തേജസ്. മലയാളത്തിന്റെ ഭാഷാപിതാവ് കുഞ്ചത്തെഴുത്തച്ഛൻ ഇന്ന് മലയാളത്തിന്റെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുന്നത് കുഞ്ചൻ സ്മാരകത്തിലൂടെയാണ്. ആ സ്മാരകത്തിന് ജീവൻ കൊടുത്തതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. എതിർപ്പുകളെയും പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും എല്ലാം മറികടന്ന്, എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സ്വജീവിതം കൊണ്ട്, സ്വന്തം കരുത്തുകൊണ്ട്, സ്വന്തം സ്വാധീനം കൊണ്ട് MT പടുത്തുയർത്തിയതാണ് കുഞ്ചൻ സ്മാരകം. 1993 മുതൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ മലയാള ഭാഷാപിതാവിന്റെ അടയാളമായി ലോകം കണ്ടു തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ഈ അവസ്ഥയിൽ, ഈ നിലയിൽ ഭാഷയെയും ലോകത്തെയും എല്ലാം അടയാളപ്പെടുത്തി വെക്കുന്നത് അതിന് പിന്നിലെ ചാലകശക്തിയും MT വാസുദേവൻ നായരായിരുന്നു. ഇക്കാലയളവിൽ അദ്ദേഹം കടന്നുപോയ വിവാദങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, പ്രക്ഷോഭങ്ങളുണ്ട്. പക്ഷേ ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം, സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം, തന്റെ ജീവിതം കൊണ്ട് MT അടയാളപ്പെടുത്തിയ ഈ ചിത്രങ്ങളെ ഇന്ന് പുതിയ തലമുറ പോലും ആദരിക്കുകയാണ്. കാരണം ഇന്ന് ഇന്ത്യൻ സ്മാരകം എന്നത് MTയുടെ കൂടി അടയാളമാവുന്ന കാഴ്ചയാണ്, സാഹചര്യമാണ്. മറ്റൊരു സാഹിത്യകാരനും മലയാള സാഹിത്യത്തെ ആധുനിക കാലത്തും അതിനു മുൻപും ഇത്രത്തോളം അടയാളപ്പെടുത്തി കാണില്ല. അദ്ദേഹത്തിന്റെ രചനകളിൽ നമ്മൾ കണ്ടിരുന്ന ഒരു അടയാളപ്പെടുത്തലുണ്ട്. അത് ഓരോ കാലഘട്ടത്തെയും, ഓരോ വ്യക്തികളെയും, ഓരോ സമൂഹത്തെയും, ഓരോ അവസ്ഥകളെയും വരച്ചു കാട്ടുന്നതായിരുന്നു. MTക്ക് പകരം വയ്ക്കാൻ മലയാള സാഹിത്യത്തിലും വിശ്വ സാഹിത്യത്തിൽ പോലും ആരുമില്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വാർദ്ധക്യത്തിന്റെ അനാരോഗ്യവും മറ്റു പ്രശ്നങ്ങളെല്ലാം വേട്ടയാടുമ്പോഴും അദ്ദേഹം ലോക സാഹിത്യത്തിലെ രചനകൾ തേടിപ്പിടിച്ച് വായിച്ചിരുന്നു, മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, ഉൾക്കൊള്ളാൻ ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ തൂലികയിൽ ഇനിയും ജന്മം കൊടുക്കാൻ ഒരുപാട് സാഹിത്യരചനകൾ ഇപ്പോഴും ശേഷിക്കുമായിരിക്കും. പക്ഷെ അതെല്ലാം ഇനി മലയാള സാഹിത്യത്തിന് പിറക്കാതെ പോയ അമൂല്യ രചനകളായി ശേഷിക്കും. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. MT ഇനി നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മലയാള സാഹിത്യത്തിനും നമ്മുടെ സമൂഹത്തിനും
സാംസ്കാരിക ലോകത്തിനുമെല്ലാം ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത വലിയ ഒരു നഷ്ടമായി MC എന്നും ശേഷിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും, എപ്പോഴായിരിക്കും മറ്റ് ചടങ്ങുകളെന്നെല്ലാം അറിയേണ്ടതുണ്ട്. നമുക്ക് വരും മണിക്കൂറുകളിൽ അത്തരം വിശദാംശങ്ങൾ കൂടി ലഭ്യമാക്കാനാകും.